ഓണമാകുമ്പോൾ എടുക്കാമെന്ന് വെച്ച് വാങ്ങിച്ചിരുന്ന കുട്ടയാണ് ഇപ്പം ഞാൻ ഒരു സംഭവം എടുക്കാനായിട്ട് പൂക്കൂടയും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. എന്താ എടുക്കാൻ വന്നതെന്ന് മനസ്സിലായോ? നമ്മൾ ഇന്ന് ഈ വിങ്ക പ്ലാന്റ്സിൻ്റെയൊക്കെ കട്ടിങ്സ് എടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് ഹാലോയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. സെമി ഹാങ്ങിങ് ആണ് കേട്ടോ ആ ഒരു പ്ലാന്റ് വന്നിട്ട്. നമുക്ക് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് എടുത്ത് വെക്കണം. കാരണം നമ്മുടെ പ്ലാന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു പ്ലാന്റ് ആക്കി വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കട്ടിങ്സ് എടുക്കുന്നത്. നമ്മൾ 1-2 പ്ലാന്റ്സൊക്കെ ആയിരിക്കും നമ്മൾ ഓക്കെ ആക്കി വെക്കുന്നത്. അപ്പോൾ അതിന് പകരം എക്സ്ചേഞ്ച് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം നമ്മുടെ കയ്യിലുള്ള വെറൈറ്റീസ് മിസ്സാവാണ്ട് നമുക്കായിട്ട് പ്ലാന്റ് മാറ്റി വെച്ചിട്ട് മാത്രമേ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് മുതിരാറുള്ളൂ കേട്ടോ. ഇല്ലാച്ചാൽ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് പോവുകയും ചെയ്യും, നമുക്ക് പിന്നെ പ്ലാന്റ്സ് എടുക്കുകയും വേണം. അപ്പോൾ അത് എന്തായാലും ചെയ്യുന്നില്ല. ഫസ്റ്റ് നമുക്കായിട്ട് കുറച്ച് പ്ലാന്റ്സിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ എക്സ്ചേഞ്ചോ സെയിലോ ഒക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെയിലും എക്സ്ചേഞ്ചും അങ്ങ് ഉപേക്ഷിച്ചെന്നല്ല. ഇടയ്ക്ക് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ടാവും. നമുക്ക് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വരുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ എക്സ്ചേഞ്ചും സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഞാൻ കുറച്ച് കട്ടിങ്സ് എടുക്കുകയാണ്. പൂക്കൂടെ നിറച്ച് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. കട്ടിങ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ ബൊക്കെ കൊടുക്കുന്ന മാതിരി ഇങ്ങനെ നിറഞ്ഞിരുന്ന ഒത്തിരി പൂക്കളുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നേനെ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പൂക്കളൊക്കെ ഒന്ന് കുറഞ്ഞ് നിൽക്കുകയാണ്. പൂക്കൾ കുറഞ്ഞാലും സാരമില്ല, നമ്മുടെ പ്ലാന്റ് പോകാതിരുന്നാൽ മതി. അങ്ങനെയാണ് ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ വിങ്കയുടെ അടുത്തേക്ക് വരുന്നത്. എൻ്റെ പാറ്റേൺഡ് റെഡിൻ്റെ പ്ലാന്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കട്ടിങ്സ് ഞാൻ തുടക്കത്തിലേ ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചത് കൊണ്ട് ആ പ്ലാന്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് പാറ്റേൺ റെഡൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റ് എടുത്ത് തന്നിരുന്നെങ്കിൽ നമ്മുടെ പ്ലാന്റ് പോയി കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ആ പ്ലാന്റ് ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സ്ചേഞ്ച് ഇപ്പോൾ ചെയ്യാത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കട്ടിങ്സൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെ പ്ലാന്റിൽ നിൽക്കുന്നേക്കാളും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പൂക്കൂടയ്ക്കകത്ത് ഇങ്ങനെ കൊണ്ടുവച്ചപ്പോൾ. ഈ ഒരു കുട്ട നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ പാലോട് മേളയ്ക്ക് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. 150 അങ്ങനെ എന്തോ രൂപയായി ഈ ഒരു കുട്ടയ്ക്ക്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് തന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് അവസാനം ലാസ്റ്റ് 150ക്ക് കൂടെയും വാങ്ങിച്ച് വീട്ടിൽ വന്നു. കൂടെ വാങ്ങിച്ചുകൊണ്ടുവന്നത് വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഓണം ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് വാങ്ങിക്കൊണ്ട് വന്നത്. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഇതിനാണ്. നമ്മളിങ്ങനെ കട്ടിങ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു കുട്ടി വീഡിയോ ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആ കുട്ടീനെ ഇങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ട് വന്നതാണ്. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്. നമ്മുടെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ എന്താണ് ഗ്രൂംസൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന കണക്കുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ കട്ടിങ്സ് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പൂക്കുട്ട കാണാനായിട്ട്. എന്തായാലും നമ്മൾ എടുത്ത കട്ടിങ്സിനെയും കൊണ്ട് ഇതെന്തായാലും വച്ച് പിടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി താഴേക്ക് പടിയിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം മില്യൺ മിൽസും കൊണ്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ വീണായിരുന്നേ. പിന്നെ വേറെ കുഴപ്പമൊന്നും പറ്റാത്തത് കൊണ്ട് കുഴപ്പമുണ്ടായില്ല. പിന്നെ നമ്മൾ കട്ടിങ്സ് എല്ലാം നമ്മളിത് ഇതുപോലെ സാഫിൽ ഡിപ്പ് ചെയ്തിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാഫും കൂടെ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കണം. നമ്മുടെ പെയിൻറ്റിൻ്റെ ഒരു പാട്ടയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് സാഫ് എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കുകയാണ്. ഇപ്പോൾ സാഫിൻ്റെ കണക്കൊക്കെ ഏകദേശം ഒന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ അളക്കുകയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കുറച്ചിട്ടിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്ത് എല്ലാത്തിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്.